നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇരട്ട ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഇന്ന് ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലും നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലുമാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കിഴക്കൻ ഉത്തർപ്രദേശിൽ നിന്ന് തുടങ്ങി മധ്യ മഹാരാഷ്ട്ര, മറാത്ത്വാഡ, അതുപോലെ തന്നെ കർണാടക, അതിന്റെ ഉൾപ്രദേശങ്ങൾ, കേരളം എന്നിവയ്ക്ക് മുകളിലൂടെ ലക്ഷദ്വീപ് വരെ നീളുന്നതാണ് ഒരു ന്യൂനമർദ്ദ പാത്തി. തെക്കൻ ലക്ഷദ്വീപിനോട് ചേർന്നുള്ള തെക്കുകിഴക്കൻ അറബിക്കടലിൽ നിന്ന് തുടങ്ങി കേരളം, തെക്കൻ കർണാടകയുടെ ഉൾപ്രദേശങ്ങൾ, റയലസീമ എന്നിവയ്ക്ക് മുകളിലൂടെ തെക്കൻ തീരദേശ ആന്ധ്രാപ്രദേശിന് മുകളിലുള്ള ചക്രവാത ചുഴി വരെ നീളുന്നതാണ് മറ്റൊരു ന്യൂനമർദ്ദ പാത്തി. കാലവർഷം കേരളത്തിൽ മെയ് 26 എത്താൻ സാധ്യതയുമുണ്ട്. 4 ദിവസം വരെ മുന്നോട്ടോ പിന്നോട്ടോ വ്യത്യാസം വരാം. ഇതിന്റെ എല്ലാം സ്വാധീന ഫലമായാണ് മഴ ലഭിക്കുന്നത് എന്നും മുന്നറിയിപ്പിൽ പറയുന്നു. എന്തായാലും കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. വലിയൊരു ചൂടിന് ആശ്വാസമായാണ് മഴ. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം മുതൽ അതിശക്തമായ മഴയായിരിക്കും. കഴിഞ്ഞ ദിവസം രാത്രിയും അതിശക്തമായ മഴ തന്നെയാണ് പെയ്തത്. രാവിലെ എന്നാൽ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിൽ പോലും മഴ ഇപ്പോൾ നിലവിലില്ല. എന്നാൽ വരും മണിക്കൂറിൽ മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.